Hello friends, welcome to my channel. My name is Jay Johnson C. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സമീപനം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈയിടെ ഒരു വളരെയധികം പ്രമുഖ ഒരു ബാങ്കിങ് സ്ഥാപനം ഒരു ബാങ്ക് ആ സ്ഥാപനത്തിലെ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ കോൾ സെന്ററിലേക്ക് ഞാൻ വിളിച്ചു. എൻ്റെ ഒരു ഒരു പണമിടപാട് ചെറിയൊരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. പക്ഷെ അത് ക്ലിയർ ആവാത്തതുകൊണ്ട് നമ്മൾ സാധാരണയായി നമ്മളത് ഫസ്റ്റ് നമ്മുടെ ഒരു കോണ്ടാക്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ചോദിച്ചപ്പോൾ ആദ്യം വളരെ മാന്യമായ രീതിയിൽ നമ്മളോട് പെരുമാറിയ. പിന്നെ നമ്മൾ പറഞ്ഞു, സാർ അവരറിയാമല്ലോ റെക്കോർഡഡ് ആണ് നിങ്ങളുടെ സർവീസിൻ്റെ മാർക്ക് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ നല്ല രീതിയിൽ പെരുമാറ്റം നമുക്ക് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് അതുപോലെ തിരിച്ച് നമ്മൾ പെരുമാറും. അതൊരു സാധാരണ ഒരു മാനസികമായ ഒരു രീതി കൂടെയാണ് പ്രവർത്തനം നടക്കുന്നത്. അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാർ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം വീണ്ടും വിളിച്ചപ്പോൾ അത് വേറെ ആൾ. അവർ ഈ പല ആൾക്കാരായിരിക്കും ആ ഒരു വിങ്ങിലുണ്ടായിരിക്കുക. ആ ആള് പറഞ്ഞു, സാർ ഇത് ഇങ്ങനെയാണ്, നിങ്ങൾ 15 ദിവസം വെയിറ്റ് ചെയ്യണം, അത് ഞങ്ങളുടെ അല്ല, അത് അവരുടെയാണ്. ആ ഒരു ഇതിന്റെ ബ്ലെയിമിങ് മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ വ്യക്തി പ്രകടിപ്പിച്ചത്. ഓക്കെ, ഇപ്പൊ നമ്മളും തിരിച്ച് നിങ്ങൾ തലേ ദിവസം വിളിച്ചപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അത് നമുക്കറിയില്ല. ആ രീതിയിൽ ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റമറിന് കൂളാക്കാനോ അല്ലെങ്കിൽ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ആ വ്യക്തി പ്രകടിപ്പിച്ചത്. ഓക്കെ, നമ്മൾ സാധാരണയായി ആ രീതിയിൽ നമ്മൾ തിരിച്ചും ചെറിയ രീതിയിൽ നമുക്കൊരു വിഷമം ഉണ്ടായി, കുഴപ്പമില്ല. പിറ്റേ ദിവസം നമ്മൾ വിളിക്കണം. പിറ്റേ ദിവസം വിളിച്ചപ്പോൾ വേറെ വ്യക്തിയാണ് എടുത്തത്. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിയാനും എന്തൊക്കെയാണ് വേണ്ടത്, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കാര്യങ്ങൾ മൊത്തമായ രീതിയിൽ ആളൊരു കസ്റ്റമർ ഓറിയന്റഡ് ആയി അല്ലെങ്കിൽ കസ്റ്റമർ സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ച് നമ്മൾ ഹാപ്പിയായി. കാരണം ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ വ്യക്തമാക്കി തന്നു, നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ തലേദിവസം പറഞ്ഞ വ്യക്തി തന്നെയാണ് ഇതും പറഞ്ഞത്, ഈ വ്യക്തിയും പറഞ്ഞു. പക്ഷെ രണ്ട് വ്യത്യസ്ത ആംഗിളിൽ കൂടെ നമുക്കത് ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസം കൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഹാപ്പി. ഞാൻ ഈ വിഷയം നിങ്ങൾക്കും ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ പല മേഖലകളിലും നമ്മളത് കാണുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കേണ്ട രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട രീതിയിൽ ഒരാൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഓവർ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടെന്ന്, ഈ പല വ്യക്തികളും അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിനുള്ളിലുള്ള യാഥാർത്ഥ്യ സ്വഭാവം അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്തെ ആ ഒരു സിറ്റുവേഷന്റെ ചിലപ്പോൾ അനുസരിച്ചായിരിക്കും ഇപ്പോൾ അവരിത് നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്ത് തന്നെയായാലും നമ്മൾ എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ നല്ലൊരു മനസ്സോടെ അല്ലെങ്കിൽ ആ വ്യക്തി നാം ആണെന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയായിരിക്കും വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ വളരെ സമീപനം നമുക്ക് രണ്ടുപേർക്കും അനുഭവവേദ്യമാകുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സെനഫും ഞാൻ